കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ബെരോവയിലെ ക്രിസ്ത്യാനികളുടെ സവിശേഷതകൾ. അപ്പോസ്തലനായ പൗലോസ്, തീമത്തിയോസ്, ശീലാസ് ഇവർ തങ്ങളുടെ രണ്ടാം മിഷണറി യാത്രയിൽ അവർ എത്തി സുവിശേഷം അറിയിക്കുന്നൊരു സ്ഥലമാണ് ബെരോവ. മാസിഡോണിയയിലെ ഒരു പ്രധാന പട്ടണം. മാസിഡോണിയ ഗ്രീസ് എന്ന സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ആധുനിക ഗ്രീസിലും മാസിഡോണിയയിൽ ബെരോവ പട്ടണം നിലനിൽക്കുന്നുണ്ട്. തെസ്സലോനിക്കയിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ ദൂരമാണ് ബെരോവയ്ക്ക്. ഏതൻസിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ ദൂരമുള്ള പട്ടണമാണ് ബെരോവ. ബർമൂസ് എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള പട്ടണം. ബെർട്ടൂട്ട എന്നൊരു നദി ബെരോവയിൽ കൂടെ ഒഴുകി അതിനെ സമ്പൽ സമർത്ഥമാക്കിയിരുന്നു. ഈ പട്ടണം പൗലോസിൻ്റെയും തീമത്തിയോസിൻ്റെയും ശീലാസിൻ്റെയും മിഷണറി പ്രവർത്തന നിമിത്തം ആത്മീയ സമ്പത്തുള്ള പട്ടണമായി പരിണമിക്കും. തെസ്സലോനിക്കയിൽ പൗലോസും തീമത്തിയോസും ശീലാസും എത്തിയ സുവിശേഷം അറിയിച്ചു. അനേകർ കൈക്കൊണ്ടു, അനേകർ വിശ്വാസത്തിലേക്ക് വന്നു. എന്നാൽ സുവിശേഷ വിരോധികൾ അവിടെ പ്രതിസന്ധി ഉണ്ടാക്കി. അതുകൊണ്ട് വേഗത്തിൽ അവർക്ക് അവിടുന്ന് പോകേണ്ടി വന്നു. എങ്കിലും പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരിൽ കൂടെ ചെയ്യിക്കാനുള്ളത് ചെയ്യിച്ചു. അവർ ബെരോവയിലെത്തി. ബെരോവയിലും യഹൂദന്മാരുടെ സാന്നിധ്യമുണ്ട്. യഹൂദ സുന്നഗോഗിലെ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചു തുടങ്ങി. ഭക്തിയുള്ള അനേകർ യഹൂദന്മാർ വിശ്വസിച്ചു. മാത്രമല്ല, യവനായ ആൾക്കാർ, ഗ്രീക്കുകാർ, മാന്യരായിരിക്കുന്ന അനേക സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ചുരുങ്ങിയ കാലയളവിൽ ബെരോവയിലും ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക. തെസ്സലോനിക്കയിലുള്ള സുവിശേഷ വിരോധികൾ അറിഞ്ഞു ബെരോവയിലും ഉണർവ് നടക്കുന്നു. അവർ വേഗത്തിൽ അവിടെ എത്തി പൗലോസിനെതിരെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ബെരോവയിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പാഠങ്ങളിൽ ഒന്നാമത്തേത്, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു. നാമും ദൈവത്തിൻ്റെ വചനം, ബൈബിൾ സത്യങ്ങൾ പൂർണ്ണ ജാഗ്രതയോടെ സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. ഉൾനട്ട വചനം അത് നമ്മളിൽ വളരും, ഫലം കായ്ക്കും. അവരുടെ രണ്ടാമത്തെ പ്രത്യേകത, അവർ അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേൾക്കുക മാത്രമല്ല, അത് ശരിയാണോ എന്ന് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കി. നാമും ഒട്ടനവധി പ്രസംഗം കേൾക്കുന്നവരായി മാത്രം തുടരുകയല്ല, ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും വായിക്കുന്നവരായി മാത്രം തീരുകയല്ല. നാം കേൾക്കുന്ന ആത്മീയ പ്രസംഗങ്ങൾ, നാം വായിക്കുന്ന ആത്മീയ രചനകൾ അത് ദൈവവചനപ്രകാരമാണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ഇത് ആവശ്യമായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഇത് ആവശ്യമാണ്. കാരണം ഒട്ടനവധി പ്രസംഗകർ, ധാരാളം എഴുത്തുകൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം പാർക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടെ, പ്രിൻ്റ് മീഡിയയിൽ കൂടെ, നേരിട്ട് മറ്റ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിൽ കൂടിയൊക്കെ പ്രസംഗങ്ങളും എഴുത്തുകളും ഒക്കെ നമ്മുടെ അടുക്കൽ ദിനം പ്രതി എത്തുന്നുണ്ട്. ഇത് നാം വായിക്കണം, കേൾക്കേണ്ടത് കേൾക്കണം. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നാം കേൾക്കുന്ന ആത്മീയ പ്രസംഗങ്ങളും വായിക്കുന്ന ആത്മീയ രചനകളും അത് ബൈബിളിലെ ദൈവവചന സത്യങ്ങളോട് കൃത്യത പുലർത്തുന്നുവോ, നീതി പുലർത്തുന്നുവോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യം. അല്ലെങ്കിൽ അസത്യങ്ങളിൽ കുടുങ്ങിപ്പോകും, അർത്ഥസത്യങ്ങളിൽ കുടുങ്ങിപ്പോകും. അത് നമ്മുടെ ആത്മീയ വളർച്ചയെ മൃഡിപ്പിക്കും, നമ്മുടെ വിശ്വാസത്തിന് ക്ഷീണം വരുത്തും, നമ്മുടെ സമയങ്ങളെ അപഹരിക്കും. അതുകൊണ്ട് നാം കേൾക്കുന്ന വചനങ്ങൾ, വായിക്കുന്ന എഴുത്തുകളൊക്കെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കണം. വചനത്തിന് യോജിക്കാത്തതൊക്കെ തള്ളിക്കളയുവാനുള്ള ആർജവത്വവും ധൈര്യവും നമുക്കുണ്ടാകണം. ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി പ്രസംഗങ്ങളുണ്ട്. പല വചനപ്രസംഗങ്ങളും സുവിശേഷ പ്രസംഗങ്ങളും കഥാപ്രസംഗങ്ങളായി അധപ്പതിച്ചിരിക്കുകയാണ്, തരം താണിരിക്കുകയാണ്. മറ്റു പല പ്രസംഗകർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പോലും അവർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ കാതലൊന്നും ഇല്ലാതെ വന്നിരിക്കുന്നു. കാതലില്ലാത്ത പ്രസംഗങ്ങൾ, കഥയില്ലാത്ത പ്രസംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ദൈവവചന നിറമുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാൻ നാം സമയം കണ്ടെത്തണം. കേവലം നമ്മുടെ മനസ്സിന് താൽക്കാലിക സന്തോഷം നൽകുന്ന, നമ്മുടെ വൈകാരിക ഭാവങ്ങൾക്ക് താൽക്കാലിക സംതൃപ്തി നൽകുന്ന പ്രസംഗങ്ങളുടെയും എഴുത്തുകളുടെയും പുറകിന് പോയാൽ നമുക്ക് താൽക്കാലിക സന്തോഷം കിട്ടും, പക്ഷേ ആത്മീയ വളർച്ച മുരടിച്ചു പോകും. നിത്യതയിൽ അത് പ്രതിഫല നഷ്ടത്തിനും തേജസ്സിൻ്റെ നഷ്ടത്തിനും കാരണമായി തീരും. അതുകൊണ്ട് വചനത്തിന് നിറവുള്ള, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് നയിക്കുന്ന പ്രസംഗങ്ങൾ
എഴുത്തുകൾ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ നാം കേൾക്കേണ്ടത്, നാം വായിക്കേണ്ടത് ആവശ്യമാണ്. പരിശോധിച്ച് നോക്കേണ്ട ഉത്തരവാദിത്വം. അതുകൊണ്ട് ബെരോവയിലുള്ള ക്രൈസ്തവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവർ ഉത്തമന്മാരായിരുന്നു, നോബിൾ മൈൻഡ്. നാമും ദൈവത്തിന് കൊള്ളാവുന്നവരായി ഉത്തമന്മാരായി തീരണമെങ്കിൽ, പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊള്ളണം. അതങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കണം. അവരുടെ മൂന്നാമത്തെ പ്രത്യേകത, അവർ പീഡനത്തിന് നടുവിൽ പതറിപ്പോയില്ല. തെസ്സലോനിക്കയിൽ പ്രതിസന്ധികളുണ്ടാക്കിയവർ ബെരോവയിലും എത്തി പ്രതിസന്ധികളുണ്ടാക്കി. പക്ഷേ ഇവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അനേകർ വിശ്വസിച്ച് മുൻപോട്ട് വന്നവരൊക്കെ അവരുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. അവർ വേഗത്തിൽ പൗലോസിനെ സമുദ്രതീരത്തോളം കൊണ്ടുപോയി അവിടുന്ന് പൗലോസിനെ അഥേനിലെത്തിച്ചു. ബെരോവിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെയാണ് അഥേന, ഏഥൻസ്. അവിടെ വരെ അവർ കൂടെ പോകുവാൻ ഇടവന്നു. ദൈവവചനം പ്രസംഗിച്ചവരോടും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് മുഖാന്തരമായവരോടുമൊക്കെ അർഹിക്കപ്പെട്ട സമയങ്ങളിൽ സ്നേഹം കാണിക്കേണ്ടത്, സ്നേഹത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബെരോവയിലെ ക്രിസ്ത്യാനികൾ പൗലോസിനെ സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടെത്തിക്കുക. എന്നാൽ പൗലോസ് അവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ, ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ദൈവപ്രവൃത്തി നടക്കാൻ ദൈവം മുഖാന്തരം ഒരുക്കി. അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. സുവിശേഷ വിരോധികൾ, എതിരാളികൾ തലപൊക്കുന്നതിന് മുൻപ്, അവരെ തങ്ങളുടെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ പ്രവൃത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൻ്റെ ദാസന്മാരിൽ കൂടെ ചെയ്തെടുക്കുന്ന ദൈവമാണെന്ന് നാം ഓർത്തിരിക്കണം. പൗലോസ് അവിടുന്ന് പോയെങ്കിലും തീമത്തിയോസിനെയും ശീലാസിനെയും ബെരോവയിലാക്കിയിട്ടാണ് പോയത്. അവരിൽ കൂടിയും വിശ്വാസത്തിലേക്ക് വന്നവർക്ക് ദൈവവചനങ്ങൾ ലഭിപ്പാൻ മുഖാന്തരമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് അനുയോജ്യമായ, നമുക്ക് വേണ്ട ദൈവഭൃത്യന്മാരെ, സഭയെ, കൂട്ടായ്മകളെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുക്കി തരുവാൻ ദൈവത്തിന് കഴിയും എന്നുകൂടെ നാം വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ ആത്മീയ വളർച്ച നിലച്ചു പോകാതെ നമ്മുടെ ആത്മീയ വളർച്ച തുടരേണ്ടതിനായി ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കും. ബെരോവയിലെ ക്രിസ്ത്യാനികൾ നൽകുന്ന ആത്മീയ പാഠങ്ങൾ മറക്കാതിരിക്കുക. വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊണ്ടു. തിരുവെഴുത്തുകളെ അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചു നോക്കി. മാത്രമല്ല, അവർ വിശ്വസിച്ചു. പീഡനങ്ങളിൽ അവർ പതറിയില്ല. തങ്ങളോട് വചനം പ്രസംഗിച്ച പൗലോസിനോടുള്ള സ്നേഹം അവർ വെളിപ്പെടുത്തി. ശീലാസിൽ കൂടെയും തീമത്യോസിൽ കൂടെയൊക്കെ പിന്നെയും വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. നാമും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ദൗത്യങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുക. സുവിശേഷ വിരോധികൾ, എതിരാളികൾ നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നതിന് മുൻപായി തന്നെ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത്, നമ്മളിലൂടെ ചെയ്യേണ്ടത് ചെയ്തെടുക്കുവാൻ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ദേശങ്ങളിലേക്ക് പോകുവാൻ പൗലോസിനെ പോലെ, തീമത്യോസിനെ പോലെ, ശീലാസിനെ പോലെ നാം തയ്യാറാകണം. ബെരോവയിലെ ക്രിസ്ത്യാനികളെപ്പോലെ വചനം സ്വീകരിക്കുവാൻ, വചനം ജാഗ്രതയോടെ കൈക്കൊള്ളുവാൻ, വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് നോക്കുവാൻ, വചനം വിശ്വസിച്ച് ആത്മീയ വളർച്ച നേടുവാൻ, പീഡനങ്ങളിൽ പതറാതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. അതിനായി ദൈവം ഏവരെയും സഹായിക്കും.